തിരുപ്പൂരുള്ള ജെ കമ്പനി എന്ന് പറയുന്ന ഒരു ബനിയൻ കമ്പനിയിലായിരുന്നു ആനന്ദൻ എന്ന് പറയുന്ന ഒരാൾ ജോലി ചെയ്തിരുന്നത്. ആ സെയിം കമ്പനിയിലായിരുന്നു മണിമേഖല എന്ന് പറയുന്ന ഒരു സ്ത്രീയും ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് ആനന്ദനും മണിമേഖലയും കണ്ടുമുട്ടുന്നത്. അവർ പതിയെ പരിചയപ്പെട്ടു, ഫ്രണ്ട്സായി. അതിനുശേഷം പ്രണയത്തിലോട്ട് എത്തുകയാണ്. പ്രണയത്തിന്റെ അടുത്ത സ്റ്റേജ് എന്താണ്? വിവാഹം. അങ്ങനെ ഇവരുടെ വിവാഹവും നല്ല രീതിയിൽ തന്നെ നടക്കുകയാണ് ഉണ്ടായത്. വിവാഹം കഴിഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായെന്ന് കരുതുന്നു. എന്താണെന്നുണ്ടെങ്കിലും 7 ദിവസം കഴിഞ്ഞ് മണിമേഖലയെ കാണാതാവുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദന്റെ വീട്ടിൽ നിന്ന് മണിമേഖല ഇറങ്ങിപ്പോയി. എങ്ങോട്ടാണ് പോയതെന്ന് ആനന്ദന് മനസ്സിലായില്ല. ആൾക്കറിയാവുന്ന എല്ലാ സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ചു. എന്നിട്ടും മണിമേഖല എങ്ങോട്ടാണ് പോയതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള യാതൊരു ക്ലൂവും ആൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ചിട്ട് നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്തരത്തിലുള്ളൊരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയായിരുന്നു. തിരുപ്പൂർ പോലീസുകാർ ഈ ഒരു കേസ് എടുത്ത് അന്വേഷിച്ചു. എന്നാലും അവർക്കും ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അത് ഈ ഒരു കേസ് ഉറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ 2002 ഏപ്രിൽ 5 തീയതി ഒരു കാര്യം സംഭവിക്കുകയാണ്. നാലുകനി പാലം എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിലൂടെ ഒരാളിങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു കുറ്റിക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് ഒരു ബോഡി കിടക്കുന്നത് ആള് കണ്ടത്. കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു ബോഡിയായിരുന്നു അത്. ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പോലീസുകാർ സ്ഥലത്തോട്ടെത്തി നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കത്തിക്കരിഞ്ഞത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ ഒരു 20നും 25നും ഇടയിൽ പ്രായം കാണുമെന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലോട്ടാണ് പോലീസുകാരെത്തിയത്. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. ആനന്ദനോട് പോലീസുകാർ മണിമേഖലയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മൂപ്പർക്കും മണിമേഖലയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. അതായത് എവിടെയാണ് ജനിച്ചു വളർന്നത്, സ്വന്തം നാട് എവിടെയാണ്, സ്വന്തം പാരൻസ് ആരൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള യാതൊരു ഡീറ്റെയിൽസും അറിയില്ലായിരുന്നു. അപ്പോൾ പോലീസുകാരും ആകപ്പാടെ കുഴഞ്ഞു. പതിയെ ആ ഒരു അന്വേഷണം തന്നെ അവസാനിപ്പിക്കുകയാണ്. 2002 മാർച്ച് 3 ഈ ഒരു കേസ് ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോഴാണ് ആ പാലത്തിൻ്റെ താഴെ നിന്ന് ആ ബോഡി കിട്ടിയത്. അപ്പോൾ പോലീസുകാർ ഈ ഒരു കേസിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ മണിമേഖല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമൊക്കെ പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ മണിമേഖലയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. തൂത്തുക്കുടിയിൽ ഇസവാങ്കുളം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു മണിമേഖല ജനിച്ചത്. മണിമേഖലയുടെ അച്ഛൻ്റെ പേര് മൂക്കൻ എന്നായിരുന്നു. അമ്മയുടെ പേര് കന്നിമാരിയാൾ എന്നായിരുന്നു. ഈ മണിമേഖലക്ക് ഏകദേശം 3 വയസ്സ് പ്രായമൊക്കെ ആവുന്ന ആ ഒരു സമയത്ത് ഇവർ തമ്മിൽ നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. അവസാനം കന്നിമാരിയാൾ തൻ്റെ കുഞ്ഞിനെയും എടുത്ത് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് പോവുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നാട് വിട്ട് പോവുകയാണ് ഉണ്ടായത്. തിരുപ്പുരംകുണ്ട്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് അവരെത്തിയത്. അവിടെ വെച്ചിട്ട് ധൻരാജ് എന്ന് പറയുന്ന ഒരാളെ ഈ കന്നിമാരിയാൾ കാണുകയാണ്. അപ്പോൾ അവർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടുകയാണ്. അതിനുശേഷം ഈ ഒരു ധനരാജിൻ്റെ നാടായിട്ടുള്ള തിരുപ്പൂരോട്ട് ഇവർ പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ധനരാജ് അവിടെ പെയിൻറ്റിങ്ങിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കന്നിമാരിയാൾ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല ഫാക്ടറികളിൽ ഡെയിലി വേജിന് അവർ വർക്ക് ചെയ്തു വരികയായിരുന്നു. കന്നിമാരിയാളിനും ധനരാജിനും കൂടെ ഒരു മകൻ കൂടെ ജനിക്കുകയാണ് ഉണ്ടായത്. മണിമേഖലയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ പഠിച്ചു. അതിനുശേഷം പഠിപ്പ് നിർത്തിയിട്ട് ബനിയൻ കമ്പനിയിൽ ജോലിക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ആനന്ദനെ കാണുന്നതും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും വിവാഹം കഴിയുന്നതും. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആവുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. പോലീസുകാർ തപ്പിപ്പിടിച്ച് ചെന്നപ്പോൾ പേരൂർ എന്ന് പറയുന്ന ഒരു വില്ലേജിലോട്ട് ആ ഒരു സ്ത്രീ പോയതായിട്ട് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇവരുടെ അമ്മയുടെ സ്വന്തം നാട് അവിടെയായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് പോയത്. അവിടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പോലീസുകാർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അന്വേഷിക്കുകയാണ്. ഈ ഒരു ആനന്ദൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ മണിമേഖലയുടെ സ്വന്തം ഗ്രാമം അതാണെന്നുള്ളൊരു കാര്യം പോലും ആൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ആൾക്ക് അങ്ങോട്ട് എത്താൻ പോലും സാധിക്കാതിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോലീസുകാർ അവിടെ എത്തി നോക്കുന്ന ഒരു സമയത്ത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിമേഖല അവിടെ എത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മ മരിച്ചു പോവുകയാണ്. അതിനുശേഷം മണിമേഖലക്ക് ആ ഒരു ഗ്രാമത്തിൽ നിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു കന്നിമാരിയാളുടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് വിൽക്കാനായിട്ട് ഇവർ തീരുമാനിക്കുന്നത്. ആ ഗ്രാമത്തിൽ തന്നെയുള്ള കോവിലമ്പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് ആ ഒരു വീട് വിൽക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. കച്ചവടം ഉറപ്പിച്ചു. കോവിൽപിള്ളക്ക് വീടും വിറ്റു. അതിനുശേഷം മാർച്ച് 25 തിരുപ്പൂരോട്ട് പോകുന്നുവെന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ആ ഒരു മണിമേഖല ഇറങ്ങിയിട്ടുണ്ടായത്. എന്നാൽ മണിമേഖല തിരുപ്പൂരോട്ട് എത്തിയില്ല. മണിമേഖല ഗ്രാമത്തിൽ നിന്ന് പോയി ഏകദേശം 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഏപ്രിൽ 5 തീയതി ആ നാലുകണി പാലത്തിൻ്റെ താഴത്തു നിന്നും ആ ഒരു ബോഡി ലഭിക്കുന്നത്. പോലീസുകാരെത്തി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അപ്പോൾ അവർ ബോഡിയുടെയും കാര്യങ്ങളുടെയൊക്കെ ഫോട്ടോസ് എടുത്തു. അതിനുശേഷം ആ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്.
ഇപ്പോൾ ഓട്ടോപ്സി ചെയ്ത ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രാങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കഴുത്ത് ഞെരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ്, അതായത് കത്തി പോലുള്ള ഒബ്ജക്ട്സ് വെച്ചിട്ട് ആ ഒരു സ്ത്രീയെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ വൂൺസ് ഉണ്ടായിരുന്നു ബോഡിയിൽ. അപ്പോൾ ഇതിന് ശേഷം, അങ്ങനെ കൊലപ്പെടുത്തിയതിന് ശേഷമാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് എന്നുള്ളൊരു ഓട്ടോപ്സി റിപ്പോർട്ട് ആയിരുന്നു പോലീസിന് ലഭിച്ചത്. പോരാത്തതിന് കൊല്ലപ്പെട്ട സ്ത്രീ ഗർഭിണിയായിരുന്നു. 6 to 8 വീക്സ് പ്രായമുള്ള ഫീറ്റസ് ആയിരുന്നു ആ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ പോലീസിന് ആ ഒരു ബോഡി ആ സമയത്ത് ആരുടേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ ഫോട്ടോസും മറ്റുമൊക്കെ എടുത്തിട്ട് ആ ബോഡി സംസ്കരിക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ എന്താ പറയുക, അന്വേഷിച്ച് മണിമേഖലയുടെ ഗ്രാമത്തിലോട്ട് എത്തുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇത് മണിമേഖലയാണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണ്. എന്നാൽ ആ ബോഡി കത്തിക്കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലുള്ളൊരു ഫോട്ടോ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ആരുടെ ബോഡിയാണ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയാനായിട്ട് ആ ഒരു ഫോട്ടോ കണ്ട ആർക്കും തന്നെ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ റിലേറ്റീവ്സിൻ്റെ കൂട്ടത്തിൽ ഷൺമുഖരാജ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ഈ ഒരു ഫോട്ടോ കാണിച്ചപ്പോൾ ആൾ ഒരു കാര്യം പറയുകയുണ്ടായി. ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് മണിമേഖലയാണ് എന്ന് പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്നാൽ വേറെ ഒരു കാര്യം എനിക്കൊരു സംശയം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ കത്തിക്കരിഞ്ഞ രീതിയിൽ കുറച്ച് വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് മണിമേഖലയുടെ ഡ്രസ്സ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു ഷൺമുഖരാജ് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഷൺമുഖരാജ് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിമേഖലയുടെ അമ്മയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. മണിമേഖലയുടെ അമ്മ മരിച്ചതിന് ശേഷം ഷൺമുഖരാജിൻ്റെ വീട്ടിലായിരുന്നു ആ ഒരു മണിമേഖല താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ വീട്ടിൽ നിന്നാണ് ഈ മാർച്ച് 25 തിരുപ്പൂരേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മണിമേഖല ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ആൾ ഈ ഒരു ഡ്രസ്സിലൊരു സംശയം ഉണ്ട് എന്നുള്ളൊരു കാര്യം പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. എന്നാൽ ജസ്റ്റ് ഇത് വെച്ച് കഴിഞ്ഞിട്ട് മരിച്ചത് മണിമേഖലയാണെന്ന് തെളിയിക്കാനായിട്ട് സാധിക്കില്ല. പോലീസുകാർ നേരെ തിരുപ്പൂരുള്ള ആനന്ദൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അതിനുശേഷം ആളുടെ അടുത്ത് ആളുടെ കല്യാണ ഫോട്ടോ ചോദിച്ചു. അപ്പോൾ ഈ ഒരു ഫോട്ടോയും വാങ്ങി അതിനുശേഷം ഇവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോ ലാബിലോട്ട് അയക്കുകയാണ്, ഫോറൻസിക് ലാബിലോട്ട്. ഈ മണിമേഖലയുടെ എന്തെന്ന് സംശയിക്കുന്ന ബോഡി സംസ്കരിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ തലയോട് സംസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ഒരു കേസിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഇമ്പോസിഷൻ ടെക്നോളജി പോലുള്ള ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ അത് അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു തലയോടും കൂടെ ഫോറൻസിക് ലാബിലോട്ട് അയക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഇത് അനലൈസ് ചെയ്യുകയാണ്. അതിനുശേഷം ആ ഒരു ഫോട്ടോയിലുള്ള സ്ത്രീയുടെ തലയോട് തന്നെയാണ് ഈ ഒരു തലയോട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടായിരുന്നു അവിടെ നിന്ന് വന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടും കാര്യങ്ങളും കൂടെ കിട്ടിയപ്പോൾ പോലീസിന് ഏകദേശം കാര്യങ്ങളും മനസ്സിലാവുകയാണ്. അതായത് ആ ഒരു മണിമേഖലയുടെ ബോഡി തന്നെയാണ് അതെന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലായി. നേരെ ആ ഒരു പെൺകുട്ടിയുടെ ഗ്രാമത്തിലോട്ട് പോലീസുകാർ എത്തുകയും ചെയ്തു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതായത് റിലേറ്റീവ്സിൻ്റെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഈ മണിമേഖലയ്ക്ക് ഏതെങ്കിലും ശത്രുക്കളോ മറ്റൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ മണിമേഖലയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള ശത്രുക്കളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്രത്തോളം പകയും കാര്യങ്ങളൊന്നുമുള്ള ആളുകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ഉത്തരവായിരുന്നു പോലീസിന് ലഭിച്ചത്. എന്നാൽ പോലീസിന് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാവുകയാണ്. ഷൺമുഖരാജ് പറഞ്ഞതനുസരിച്ചിട്ട് കോവിൽപിള്ളയ്ക്ക് ഈ ഒരു മണിമേഖല തൻ്റെ അമ്മയുടെ വീട് വിറ്റിട്ടുണ്ടായിരുന്നു. വിറ്റ വകയിൽ ഒരു 10,000 രൂപ ആൾക്ക് ബാക്കി കിട്ടാനുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു കോവിൽപിള്ളയോട് എത്ര തവണ ചോദിച്ചിട്ടും ആൾ ആ ഒരു കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുകയാണ്. സോ ഈ മേർഡറിൽ ആൾക്കും പങ്കുണ്ടാവുമെന്നുള്ള ആ ഒരു സംശയത്തിൽ നേരെ കോവിൽപിള്ളയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. ആളെ മാത്രമല്ല, ആളെ കൂടെ വേറെ 4 പേരെയും കൂടെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ആളുടെ മകനെയും പിന്നെ വേറൊരു 3 ബന്ധുക്കളെയും ആയിരുന്നു അറസ്റ്റ് ചെയ്തത്. ബാലസുബ്രഹ്മണ്യൻ എന്നായിരുന്നു ആളുടെ മകൻ്റെ പേര്. പിന്നെ കുറുന്തൻ, ദാസൻ, ജയകുമാർ എന്ന് പറയുന്ന 3 റിലേറ്റീവ്സും ഉണ്ടായിരുന്നു. ഇവരെ ടോട്ടൽ 5 പേരെയായിരുന്നു പോലീസുകാർ അറസ്റ്റ് ചെയ്തത്. ഇവരുടെ ചോദ്യങ്ങളിൽ നിന്ന് പുറത്തു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാളുകളായിട്ട് ഈ ഒരു 10,000 രൂപയുടെ കേസും പറഞ്ഞുകൊണ്ട് മണിമേഖല ഈ ഒരു കോവിൽപിള്ളയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീയെ ആ ഒരു 10,000 രൂപയുടെ പേരിൽ തീർത്ത് കളയാമെന്നുള്ളൊരു കാര്യം ഇവർ തീരുമാനിക്കുകയാണ്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ മകൻ ഈ മാർച്ച് 25 ആ ഒരു സ്ത്രീയെ പോയിട്ട് കാണുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒറ്റക്കായിരുന്നു സംസാരിച്ചത്. ഏപ്രിൽ 4 വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി പൈസ തരാം, വീട്ടിലോട്ട് വന്നാൽ മതി എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി. എന്നാൽ ഏപ്രിൽ 3 തന്നെ എങ്ങനെ മണിമേഖലയെ കൊലപ്പെടുത്താമെന്നുള്ളൊരു പ്ലാൻ ഇവർ ബാക്കിയുള്ള 3 റിലേറ്റീവ്സും അച്ഛനും മകനും കൂടെ ചേർന്ന് ഇങ്ങായിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പ്ലാൻ ചെയ്ത ഏപ്രിൽ 4-ാം തീയതിയായി. അന്ന് രാത്രി ഏകദേശം ഒരു 8 മണി സമയത്തൊക്കെയാണ് ബാലസുബ്രഹ്മണ്യം അയ്യാദുരെ ബസ് സ്റ്റാൻഡിലോട്ട് അവരെയും കൊണ്ട് പോകുന്നത്. അവിടെ നിന്ന് തിരുപ്പൂരോട്ട് വണ്ടി കയറുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ ഈ ഒരു കുറുന്തനും ജയകുമാറും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ടോട്ടൽ 4 പേരുണ്ട്. മണിമേഖല, ബാലസുബ്രഹ്മണ്യം, അതുപോലെ തന്നെ കുറുന്തനും ഈ ജയകുമാറും. അവിടെ നിന്ന് അവർ തിരുനെൽവേലി ബസ് കയറിയിട്ട് വെള്ളാകുളം ഗ്രാമത്തിൽ ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ആ ഒരു പാലുള്ളത്. അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ ഒരു സ്ത്രീയെ അവർ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ജയകുമാർ ആ ഒരു സ്ത്രീയുടെ കഴുത്ത് ഞെരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സൗണ്ട് ഉണ്ടാക്കാതിരിക്കാനായിട്ട് കുറുന്തൻ ആ സ്ത്രീയുടെ വായ കുത്തുകയും ചെയ്തു. ബാലസുബ്രഹ്മണ്യം ആയിരുന്നു കത്തിയെടുത്ത് ആ ഒരു സ്ത്രീയെ കുത്തി പരിക്കേൽപ്പിച്ചത്. അങ്ങനെ അവർ 4 മണി പാലത്തിൻ്റെ ആ ഒരു ഏരിയയിൽ ഈ ഒരു സ്ത്രീയുടെ ബോഡിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് അവിടെ നിന്ന് കടന്നു കളയുകയാണ് ഉണ്ടായത്. ഇതാണ് പോലീസുകാർ കോടതിയിൽ പറഞ്ഞ സ്റ്റോറി. എന്നാൽ കോടതിക്ക് കഥയല്ല വേണ്ടത്, തെളിവുകളായിരുന്നു. മണിമേഖലയാണ് മരിച്ചത് എന്ന് തെളിയിച്ചത് ഓക്കെ, എന്നാൽ ഇവരാണ് അത് ചെയ്തത് എന്നുള്ളതിന് യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. ഇവർ പോലീസിൻ്റെ അടുത്ത് കൺഫ്യൂസ് ചെയ്തു എന്ന് പറയുന്നു. എന്നാലും ഇവർ കോടതിയിൽ എത്തിയപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ ഇവരെ എല്ലാവരെയും തന്നെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. 2007 ഫെബ്രുവരി 20-നായിരുന്നു ഇവരെ റിലീസ് ചെയ്തത്. അപ്പോൾ കേസ് ഏകദേശം കഴിഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. എന്നാൽ കേസ് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് ഈ ഒരു കേസിലെ ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. ഇത് വളരെ റെയറസ്റ്റ് ആയിട്ടുള്ളൊരു കേസാണ് എന്ന് എന്താ പറയുക, ഈ ഒരു കോടതി തന്നെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം നടന്ന കുറേ കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞു. 2011 അതായത് മണിമേഖലയുടെ ബോഡി കിട്ടിയിട്ട് ഏകദേശം 9 വർഷം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു ഗ്രാമത്തിലോട്ട് മുംതാസ് ബീഗം എന്ന് പറയുന്ന ഒരു സ്ത്രീ വരുന്നത്. ആ സ്ത്രീ നേരെ പോയത് ഈ മണിമേഖലയുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ടായിരുന്നു. പേരൂർ ഗ്രാമം അക്ഷരാർത്ഥത്തിൽ അന്ന് ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. ഈ ഒരു മുംതാസ് കാണാനായിട്ട് മണിമേഖലയെ പോലെ തന്നെ, സംസാരവും കാര്യങ്ങളും എല്ലാം മണിമേഖലയെ പോലെ തന്നെ. അവസാനം ഈ ഒരു മുംതാസ് പറയുകയുണ്ടായി, ഞാൻ മണിമേഖല തന്നെയാണ്, ഞാനിപ്പോൾ പേരും കാര്യങ്ങളൊക്കെ മാറ്റിയതാണ്, ഞാനാണ് മണിമേഖല എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോഴാണ് ഗ്രാമവാസികൾ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. റിലേറ്റീവ്സ് എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്ന് ഇത്രയും പേരുത്ത ആളുകൾ 4-5 കൊല്ലം ജയിലിലായിരുന്ന കഥകളെല്ലാം തന്നെ പറയുകയാണ്. അപ്പോൾ മാത്രമാണ് ആ ഒരു സ്ത്രീ ഇത്ര പെരുത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. സത്യത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർച്ച് 25-ന് തിരുപ്പൂരോട്ട് പോകുന്നു എന്നാണ് മണിമേഖല പറഞ്ഞത്. എന്നാൽ ആൾ തിരുപ്പൂരോട്ട് പോയില്ല, നേരെ ചെന്നൈയിലോട്ട് പോവുകയാണ്. ചെന്നൈയിൽ അങ്ങനെ കുറച്ചാളൊക്കെ നിന്നു. ആ ഒരു സമയത്താണ് ഷാജഹാൻ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നത്. പിന്നീട് ആളുമായിട്ട് അടുപ്പത്തിലാവുകയായിരുന്നു. ആളെ വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു പേരും മതവും കാര്യങ്ങളൊക്കെ മാറിയത്. അപ്പോൾ പേര് മാറ്റിയിട്ട് മുംതാസ് ബീഗം എന്നാക്കി. അതിനുശേഷം അവരുടെ ലൈഫ് നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു മാരേജിൽ അവർക്ക് 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ ഏകദേശം 9 വർഷം കഴിഞ്ഞു. കുറേ നാളായാലും നമ്മളുടെ ഗ്രാമത്തിൽ നിന്ന് പോന്നിട്ട്. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ സുഖമായിട്ടിരിക്കേണ്ടോന്ന് ഒന്ന് പോയി അന്വേഷിക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു അവർ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഗ്രാമത്തിലോട്ട് തിരിച്ചെത്തിയത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നതായിട്ട് അറിയുന്നത്. ഒരു കാര്യവുമില്ലാതെ ഒരു ഫാമിലിയിലത്തെ 5 പേര് ഏകദേശം 5 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചു. അതിനുശേഷം അവർ നാട്ടിൽ വന്നിട്ടും എല്ലാവരും ഇവരാണ് മണിമേഖലയെ കൊന്നത് എന്നുള്ളൊരു കണ്ണോട് കൂടിയിട്ട് തന്നെയായിരുന്നു അവരെ കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണിമേഖല എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഡിസ്ട്രിക്ട് കളക്ടറുടെ അടുത്തോട്ട് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കേസിൽ ഒരു ഫാമിലി ജയിലിലോട്ട് മുഴുവനായിട്ട് പോയി. 2007-ലാണ് അവർ റിലീസായത്. അവർക്ക് തക്കതായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റ് ഈ കളക്ടറുടെ അടുത്ത് കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്. കളക്ടർ ആ ഒരു കംപ്ലൈൻറ്റ് സ്വീകരിച്ചില്ല. നേരെ SP-യുടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടു. SP-യുടെ അടുത്ത് ചെന്നപ്പോൾ ഈ ഒരു കേസ് അന്വേഷിച്ചത് ഏത് പോലീസ് സ്റ്റേഷനിലാണോ ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് ഇവരോട് പറയുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീതി ലഭിക്കില്ല എന്നുള്ളത് അവർക്ക് അറിയായിരുന്നു. അങ്ങനെ അവർ നേരെ കോടതിയിലോട്ട് പോവുകയാണ് ഉണ്ടായത്. കോടതിയിലും ഇത് മണിമേഖല തന്നെയാണെന്ന് തെളിയിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കാന്നുണ്ടെങ്കിൽ മണിമേഖലയുടെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. കോടതി മണിമേഖലയുടെ ബയോളജിക്കൽ ഫാദറായിട്ടുള്ള മൂക്കനെ കണ്ടുപിടിക്കാനായിട്ട് പറയുകയാണ്. മൂക്കനെ കണ്ടുപിടിച്ച് ചോദിച്ചു, ഇത് നിങ്ങളുടെ മകളാണോ എന്ന്.
അപ്പോൾ ആൾ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ എൻ്റെ മകളെ 3 വയസ്സുള്ളപ്പോഴാണ് ലാസ്റ്റ് കാണുന്നത്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൂക്കൻ്റെ ബ്ലഡ് സാമ്പിൾ എടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു മണിമേഖലയുടെയും ബ്ലഡ് സാമ്പിൾ എടുത്തു. അതിനുശേഷം DNA ടെസ്റ്റ് നടത്തി. അങ്ങനെ അത് മാച്ച് ആവുകയാണ്. അപ്പോൾ ഇത് മണിമേഖലയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാവുകയാണ്. അവസാനം കോടതി വിധി വന്നു. അപ്പോൾ ആ ഒരു കേസിൽ വെറുതെ ശിക്ഷിക്കപ്പെട്ട എല്ലാവർക്കും 4 ലക്ഷം രൂപ വെച്ചിങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് കോടതി ഉത്തരവുണ്ടാവുകയാണ്. എന്നാൽ ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. ആ 4 കാണി പാലത്തിൻ്റെ താഴെ കത്തിക്കരിഞ്ഞ നിലയിൽ കിടന്നിരുന്ന ഗർഭിണിയുടെ മൃതദേഹം അത് ആരുടേതാണ്? ആരാണ് അത്ര ക്രൂരമായിട്ടുള്ള ഒരു കൃത്യം ചെയ്തത്? അവർ എങ്ങനെയാണ് ആ ഒരു കൃത്യം ഒളിപ്പിച്ചത്? യഥാർത്ഥത്തിൽ ആ കൊല്ലപ്പെട്ട സ്ത്രീ ആരായിരുന്നു? എന്താണ് അവരുടെ കഥ? ഒന്നും തന്നെ ഇതുവരെ തെളിയിക്കാനാകാത്ത ഒരു മിസ്റ്ററി ആയിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കേസിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. And it's me Rajin signing off. Peace. Stay peaceful guys. Stay safe.